മക്കളെ, കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള 3rd റൗണ്ടിൻ്റെയും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള 2nd റൗണ്ടിൻ്റെയും അലോട്ട്മെൻറ്റ് ഫൈനലാക്കി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗിൻ്റെ 3rd റൗണ്ടും ആർക്കിടെക്ചർ 2nd റൗണ്ടിലും സീറ്റ് കിട്ടിയ കുട്ടികൾ, അതായത് പുതിയതായിട്ട് സീറ്റ് കിട്ടിയ, മുമ്പൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, അത് അപ്ഗ്രേഡ് ആയാലും ഇപ്പോൾ പുതിയതായി സീറ്റ് കിട്ടിയാലും ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണിത്. അപ്പോൾ ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഓഗസ്റ്റ് 12 വൈകിട്ട് 3 മണിക്ക് മുമ്പ് അതത് കോളേജുകളിൽ പ്രവേശനം നേടണം. സമയം ഓർക്കുക, ഓഗസ്റ്റ് 12 വൈകിട്ട് 3 മണിക്ക്. ഇനി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ കുട്ടികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഹോം പേജിൽ നിന്ന് ഈ ഘട്ടത്തിലെ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായിട്ട് എടുക്കണം. ഈ അലോട്ട്മെന്റ് മെമ്മോയുടെ പകർപ്പ് വിദ്യാർത്ഥികൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുകയും വേണം. ഈ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കിട്ടും. ഇനി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ ഹോം പേജിലെ ഡേറ്റാ ഷീറ്റ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് ഡേറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ഡേറ്റാ ഷീറ്റ്, അലോട്ട്മെന്റ് മെമ്മോ എന്നിവയും പിന്നെ ഡോക്യുമെന്റ്സും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. ഈ ഡേറ്റാ ഷീറ്റിന്റെ കേസും അതേപോലെ അലോട്ട്മെന്റ് മെമ്മോയുടെ കേസും, ഈ 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിരുന്നു മുമ്പ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അലോട്ട്മെന്റ് മെമ്മോയുടെയും ഡേറ്റാ ഷീറ്റിന്റെയും ഡീറ്റെയിൽ, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റുകളുടെ ഡീറ്റെയിലും അതിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. അതിൽ ഡേറ്റുകൾ വ്യത്യാസമുണ്ട്, അതുപോലെ ഫീസിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയായിട്ട് കുട്ടികൾ കോളേജിൽ ഹാജരാവണം. കുട്ടിയുടെ പേരും റോൾ നമ്പരും അലോട്ട്മെന്റ് കിട്ടിയ കോഴ്സും കോളേജും കാറ്റഗറിയും എത്ര ഫീസ് ബാക്കി അടയ്ക്കാനുണ്ട് എന്നതൊക്കെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായ ഫീസ് അത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, ചില കുട്ടികൾ മുമ്പ് അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി അടയ്ക്കേണ്ട തുക 0 നില്ലെന്നായിരിക്കും കാണിക്കുക. പുതിയതായിട്ടൊക്കെ കിട്ടിയ കുട്ടികൾക്കും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് വന്നപ്പോൾ ഫീസ് കൂടിയ കോഴ്സിലേക്ക് മാറിയ കുട്ടികൾക്കുമൊക്കെ അവിടെ ബാക്കി എത്രയാണോ അടയ്ക്കാനുള്ളത് അതാണ് അടയ്ക്കേണ്ടത്. ഇതൊക്കെ അടയ്ക്കേണ്ടത് ഓഗസ്റ്റ് 12 ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈനായിട്ട് അടയ്ക്കാം. അതേപോലെ 12 വൈകിട്ട് 3 മണിക്കൊക്കെ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പ്രവേശനം നേടുകയും വേണം. അപ്പൊ 12 2 മണിക്ക് മുമ്പ് ഫീസ് അടയ്ക്കുകയും 3 മണിക്ക് മുമ്പ് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. ഇനി നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക അടയ്ക്കാത്ത കുട്ടികൾക്കും കോളേജിൽ പ്രവേശനം നേടാത്ത കുട്ടികളുടെയും അലോട്ട്മെന്റ് റദ്ദാവും. അവർക്ക് ആ കിട്ടിയ അലോട്ട്മെന്റ് പോവും. ഇതിപ്പോൾ അപ്ഗ്രേഡ് ഒക്കെ ചെയ്ത് വന്നതാണെങ്കിൽ ആ പുതിയ സീറ്റും പോയി പഴയ സീറ്റും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതേപോലെ നിലവിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ വൈകിട്ട് 3 മണിക്കുള്ളിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, 3 മണിക്കുള്ളിൽ പ്രവേശനം നേടണം. ഇനി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. കോളേജിൽ നിന്ന് അഡീഷണൽ എന്തെങ്കിലും കോളേജ് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് കോളേജിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങളോട് പറയും. ആ ഡോക്യുമെന്റ് കൂടി കൊണ്ടുവരണം. ഇനി ഇത് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അവസാന അലോട്ട്മെന്റ് ആണ്. ഈ റൗണ്ടിലെ അലോട്ട്മെന്റിന് ശേഷം ഈ ഏതെങ്കിലും സീറ്റുകൾ ബാക്കി വന്നാൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഒഴിവുള്ള സീറ്റുകൾ എൻട്രൻസ് കമ്മീഷൻ സ്പോട്ട് അലോട്ട്മെന്റ് വഴിയും മറ്റു കോളേജിൽ ഒഴിവ് വരുന്ന സീറ്റുകൾ അതാത് കോളേജുകൾ സ്പോട്ട് അലോട്ട്മെന്റ് വഴിയും നടത്തും. അപ്പൊ ഇനി എഞ്ചിനീയറിംഗിന് ഒരു ഇതേപോലെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി വരികയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് ഉള്ളൂ. എന്നാൽ ആർക്കിടെക്ചറിന് ഒരു അലോട്ട്മെന്റ് കൂടി ബാക്കി ഉണ്ടാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.